പാലക്കാട് നിന്നും നിലമ്പൂരിലേക്കുള്ള ട്രെയിൻ യാത്രയിലാണ് ഇന്ന് നമ്മളിൽ കേട്ടോ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലാണ്. ഇവിടുന്ന് ഇപ്പോൾ സമയം രാവിലെ 6 മണിയാണ്. ഇവിടെ നിന്നുള്ള നേരെ ഷൊർണൂർ വഴി നിലമ്പൂരിലേക്കുള്ള ട്രെയിൻ യാത്രയിലാണ് ഇന്ന് നമ്മൾ. അതിമനോഹരമായ ഒരു പാതയാണ് നിലമ്പൂർ റൂട്ട്. അപ്പോൾ അതിലുള്ള കാഴ്ചകളൊക്കെ നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ യാത്രക്കാരൊക്കെ എത്തിത്തുടങ്ങുന്നേ ഉള്ളൂ. നമ്മൾ കുറച്ച് ആളുകൾ മാത്രമേ ഇപ്പോൾ എത്തിയിട്ടുള്ളൂ. ഇതാണ് നമ്മളെ സീറ്റ്. ഇവിടെയാണ് ഈ വിന്നോയുടെ അടുത്താണ് നമ്മളിന്ന് സീറ്റ് ഉറപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ പതുക്കെ നമ്മുടെ യാത്ര ആരംഭിച്ചിട്ടുണ്ട് പാലക്കാട് സ്റ്റേഷനിൽ നിന്നും. നല്ലൊരു മഴയൊക്കെ പെയ്തുകൊണ്ട് തന്നെ നല്ലൊരു കാഴ്ചകളൊക്കെ ഇന്ന് നമുക്ക് ഉണ്ടാവുന്നതിൽ പ്രതീക്ഷിക്കാം. അങ്ങനെ നമ്മൾ പാലക്കാടിൻ്റെ സൗന്ദര്യമൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് അങ്ങനെ യാത്ര ചെയ്യാട്ടോ. നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമുള്ള സ്ഥലമല്ലേ നോക്കി നിങ്ങൾ. നല്ല തെങ്ങും കൃഷിയും നല്ല പാടം, നല്ല ഭംഗിയുണ്ട് കാണാൻ. പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിലൊക്കെ ഒരുപാട് നെൽകൃഷിയുള്ള സ്ഥലമാണ്. അപ്പോൾ ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ. കണ്ടെത്താ ദൂരം പാടങ്ങളുണ്ട്. അതുപോലെ നല്ല യാത്രയിലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ കണ്ണിന് പ്രത്യേക ഒരു കുളിർമയാണ്. അങ്ങനെ നമ്മളിങ്ങനെ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളേതായാലും നിലമ്പൂർ എത്തൂല. നിലമ്പൂർ തൊട്ട് മുന്നിലെ നമ്മുടെ വാണിയമ്പലം സ്റ്റേഷനിലാണ് നമ്മൾ ഇറങ്ങുക കേട്ടോ. നേരത്തെ പോയതിലാരും കുറച്ചുകൂടി സ്പീഡ് കൂടിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമാണ് ഇവിടെ നിന്ന് ഇങ്ങനെ കാണാൻ. ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. ഇതാ നമ്മൾ ഈ വിൻഡോൻ്റെ അടുത്താണ്. ഇത് നമ്മൾ ടി വിയിൽ നിന്ന് കാണുന്ന പോലെ ഇങ്ങനെ കാണുന്നില്ലേ? നല്ല ഭംഗിയുണ്ട് കാണാൻ. അങ്ങനെ ഇതാ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്താറുണ്ട്. 1 2 3 4 വരികളൊക്കെ ഉള്ളത്. എന്തൊരു ജംഗ്ഷനാണെന്ന് തോന്നുന്നത്. ഏത് ജംഗ്ഷനാ? അയ്യോ, 6:15 സമയം. ഡിസ്പ്ലേ കാണിക്കേ. കുറച്ച് ആളുകൾ കയറാനൊക്കെ ഉണ്ടല്ലോ. ഇതാണ് പറളി സ്റ്റേഷനിലാണ് എത്തിയിട്ടുള്ളത്. അങ്ങനെ വീണ്ടും യാത്ര ആരംഭിച്ചു. അടുത്ത സ്റ്റേഷനായ മങ്കരയിൽ എത്തിയിട്ട് മങ്കരയിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. മങ്കര കഴിഞ്ഞു. ഇതാണ് മങ്കര സ്റ്റേഷൻ. ഈ ഭാഗത്ത് നല്ലൊരു മഴയ്ക്കുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മഴ കിട്ടുമോ നോക്കാം. മഴ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മൾ ലക്കിടി എത്തിയിട്ടുണ്ട്. ലക്കിടി സ്റ്റോപ്പിലാണ് ഇപ്പം എത്തിയിട്ടുള്ളത്. ഇതാണ് പാലക്കാട് ജില്ലയിലെ ലക്കിടി സ്റ്റോപ്പ്. ഇതൊക്കെ ഈ വീടിൻ്റെ ലുക്കൊക്കെ ആ പഴയ ലുക്കിലെ വീടല്ലേ, കണ്ടോ? നല്ല ഭംഗിയുണ്ട് അല്ലേ?
ഇതാ വീണ്ടും നെക്സ്റ്റ് സ്റ്റേഷൻ പാലപ്പുറം എത്തിയിട്ടുണ്ട്. പാലപ്പുറം. ഇതാണ് ഒറ്റപ്പാലം സ്റ്റേഷൻ അല്ലേ? ഒറ്റപ്പാലം സ്റ്റേഷനിൽ എത്താനായിട്ടോ. ഒറ്റപ്പാലം സ്റ്റേഷനും കഴിഞ്ഞ് നമ്മളങ്ങനെ മുന്നോട്ട് പോവാണ്. ഈ ട്രെയിനിൻ്റെ ഡോറിൽ നിന്നാണ്ടുള്ള യാത്ര ഭയങ്കര അപകടം തന്നെയാണ് കേട്ടോ. വളരെ ശ്രദ്ധിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാൻ. കാരണം എന്തെങ്കിലും ഒന്ന് സംഭവിച്ച് തെന്നി വീണാൽ മതി, നേരെ വലിയൊരു അപകടത്തിലേക്കാണ് നീങ്ങുന്നത്. മാനന്നൂർ അവിടെ എത്തിയിട്ടോ. ചെറിയൊരു സ്റ്റേഷനാണ്, എന്നാലും നല്ല സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ ഈ സ്റ്റേഷനും കഴിഞ്ഞിട്ടോ. ഇനി അടുത്ത സ്റ്റേഷനിലേക്ക്. അങ്ങനെ നമ്മൾ ഷൊർണൂർ ജംഗ്ഷനിലെത്തിട്ടോ. ഷൊർണൂർ ജംഗ്ഷനാണ്. ഇവിടെ കുറച്ചേരം ചിലപ്പോൾ വെയിറ്റിംഗ് ഉണ്ടാവും. അത് കഴിഞ്ഞ ഉടനെ നമ്മൾ നിലമ്പൂർ റൂട്ടിലേക്ക് തന്നെ പോകും. ഷൊർണൂരിൽ നിന്ന് നമ്മൾ വീണ്ടും യാത്ര ആരംഭിച്ചു. ഇത് നമ്മുടെ ഇവിടെ കണ്ട ഒരു ട്രെയിനിൻ്റെ എഞ്ചിനും ഇവിടെ സ്ഥിരമായിട്ട് നിർത്തിയതാണിത്. ഇതെന്തോ ഇതിലൊന്നുണ്ട്, പഴയ ഒരു എഞ്ചിനായിരിക്കും. ആ റെയിൽ പാളത്തിലൂടെ ഒരു ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും കാണാൻ ലൈവായിട്ട് മറ്റൊരു ട്രെയിൻ പാസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ? ഓ അടിപൊളി. പൊട്ടെ അത്യാവശ്യം വന്നിട്ടുണ്ടല്ലോ. ഓക്കേ, അത് നമ്മൾ വാടാനക്കുറിശി എത്തിട്ടോ. അടുത്ത സ്റ്റേഷൻ വാടാനക്കുറിശി എത്തിയിട്ടുണ്ട്. ഇനിയൊക്കെ നിലമ്പൂരിലേക്കുള്ള ആളുകളാണ് ഫുള്ള്. കുറച്ച് ആളുകളൊക്കെ ഉണ്ട് ഇവിടെ. പാലക്കാട് വരെ ആൾ കുറവാണെങ്കിലും ഷൊർണൂരിന് ശേഷം കുറച്ച് ആളുകളൊക്കെ കയറിയുണ്ട് കേട്ടോ. ട്രെയിനിൽ കുറച്ച് ആളൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ വല്ലപ്പുഴ സ്റ്റേഷനും കടന്ന് നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ നിലമ്പൂർ പാത ബ്രിട്ടീഷുകാരുണ്ടാക്കിയ പാതയാണ്. നിലമ്പൂർ തേക്ക് തടികളൊക്കെ കൊണ്ടുപോകാൻ ഉപയോഗിച്ചിരുന്ന അങ്ങനെ ഉണ്ടാക്കിയതാണ് ഈ റെയിൽ പാളം. അതുകൊണ്ട് തന്നെ ഇതിന് വലിയ ചരിത്ര പ്രാധാന്യമുള്ള ഒരു പാത തന്നെയാണ് നിലമ്പൂർ പാത. അങ്ങനെ കറുമുറ് എത്തിയിട്ടുണ്ട്. കറുമുറ് കുടൽ, അതേമാതിരി മറ്റു പൊരികളൊക്കെ ഉണ്ട് കേട്ടോ. നുറുക്ക് പല സംഭവങ്ങളുണ്ട്. കറുമുറ്
നമ്മൾ നുറുക്കം കഴിച്ച് ഇങ്ങനെ പുറത്തേക്ക് നോക്കി ഇങ്ങനെ യാത്ര പോവുകയാണ്. വീണ്ടും യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ ഏകദേശം എത്താനായി. നമ്മൾ വാണിയമ്പലത്ത് ഇറങ്ങും. അങ്ങനെ നമ്മൾ പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം സ്റ്റേഷൻ എത്തിട്ടോ. അങ്ങാടിപ്പുറം സ്റ്റേഷനിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്. ഇവിടെ ബസ് ആളുകളൊക്കെ ഇറങ്ങാണ്ടാവും. ഈ വണ്ടി വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കുറച്ചായിട്ട് ഇവിടെ. ഇതാ ഒരു ട്രെയിൻ ഇതാ വന്നു. നിലമ്പൂരിൽ നിന്ന് ഷൊർണൂർക്ക് പോകുന്ന ട്രെയിൻ കേട്ടോ. ഇവിടെ നല്ല ആളുണ്ടല്ലോ. ഇത് തിരുവനന്തപുരത്തേക്ക് പോകണ വണ്ടിയാവും. അടിപൊളിയല്ലേ, നല്ല ക്ലിയർ ഉണ്ട്. നിൽക്കട്ടെ ഓക്കെ. ഇനി ഞങ്ങൾ പോട്ടെ കേട്ടോ. നിങ്ങൾ നിർത്തി കളി. ആ കുട്ടികളെ നമ്മൾ വീഡിയോ എടുക്കുന്നത് നോക്കിക്കാട്ടോ. അവർ നമ്മളെ ഗോപ്ര കണ്ടിട്ടേ ഗോപ്രക്ക് എത്ര ചാർജ് ചെയ്യാന്ന് വെച്ചാൽ ഓക്കെ.
സ്റ്റേഷനായ പട്ടിക്കാടത്താണ്. ഇതാണ് ശാന്തപുരം കോളേജ് എന്നത്. തൊട്ടപ്പുറത്താണ് പട്ടിക്കാട് ജാമിയ നൂരിയ കോളേജ്. ഈ ഭാഗത്താണ് കേട്ടോ. അങ്ങനെ മഴ പെയ്തിട്ടോ. മഴയത്തുള്ള യാത്രയോടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. തൊടിയമ്പലം കഴിഞ്ഞ അടുത്ത സ്റ്റേഷൻ വാണിയമ്പലം കേട്ടോ. നമുക്ക് വാണിയമ്പലത്താണ് ഇറങ്ങാനുള്ളത്. എല്ലാം റെഡി ചെയ്യുന്നു കേട്ടോ. അങ്ങനെ അത് അവസാനം നമ്മുടെ സ്റ്റേഷനായ വാണിയമ്പലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അടുത്ത സ്റ്റേഷനാണ് അവസാന സ്റ്റേഷനായ നിലമ്പൂർ സ്റ്റേഷന്. ഇത് നമ്മുടെ നാടായ വാണിയമ്പലത്ത് എത്തി. പിന്നെ ഇനി ഇവിടുന്ന് നമ്മൾ വീട്ടിലേക്ക് പോകും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഇത് പോകുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുള്ളതാണ്. ഇതാ പോകുന്നത് നമ്മുടെ ട്രെയിൻ ഇതാണ് കേട്ടോ. ഇനി അടുത്ത സ്റ്റേഷൻ നിലമ്പൂരാണ്. അവിടുന്ന് വീണ്ടും തിരിച്ചത് ഇങ്ങോട്ട് തന്നെ ഈ ഷൊർണൂർ ഭാഗത്തേക്ക് തന്നെ വരും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.